ഞാനത് പറഞ്ഞാൽ ഞാൻ CMൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ വിഷയത്തിൽ തെളിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അറ്റംപ്റ്റ്. യെസ്, ഇപ്പോൾ മാസപ്പടിയിൽ മൊത്തം നിൽക്കുന്ന വലിയ ചോദ്യം അതാണ്. ഒരു സേവനത്തിനുമല്ല പണം വാങ്ങിയെന്ന് പറഞ്ഞു, പിന്നെ എന്ത് സേവനം എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്ന രേഖകളും അതിനുള്ള ഉത്തരം നൽകാനുള്ള പരിശ്രമവുമാണ് ഞാൻ ഇന്ന് നടത്തിയത്. അതിനെയാണ് അവർ അനുവദിക്കാതിരുന്നത്. നമസ്കാരം. തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് മുഖ്യമന്ത്രി എപ്പോഴും പറയാറുള്ളത്. അത് മുഖ്യമന്ത്രി നല്ല ഇനം ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകുന്നത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത് എന്നറിയില്ല. പക്ഷേ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ ഒരു തരത്തിലും വഴിവിട്ട ഒരു സാമ്പത്തിക ക്രമക്കേടുകളും നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിലുള്ള മാസപ്പടി ആരോപണം നിയമസഭയിൽ വന്നപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ പറഞ്ഞത്. എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ എക്സാലോജിക് എന്ന തന്റെ കമ്പനിക്ക് വേണ്ടി കൈപ്പറ്റി എന്നുള്ളത് തന്നെയായിരുന്നു ആരോപണം. ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നതും ഈ കേസിൽ തന്നെയാണ്. ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയെ പുളകം കൊള്ളിച്ചുകൊണ്ട് വളരെ വളരെ വിനയാന്വിതനായി വൈകാരികമായി തന്നെ പ്രതികരിച്ചത്. ഈ കൈകൾ ശുദ്ധമാണ് എന്ന് തന്റെ 2 കൈകളും ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആദ്യം എൻ്റെ ഭാര്യയെയാണ് ആരോപണ വിധേയയാക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിൽ കഴമ്പില്ല, അതിൽ കാര്യമില്ല, അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ മകൾക്കെതിരെയും ആരോപണമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തരം ജൽപ്പനങ്ങൾ ഞാൻ ഉള്ളാലെ ഒരു ചിരിയോടുകൂടി തന്നെയാണ് ഞാൻ ഇത് കേട്ടു നിൽക്കുന്നത്. മനസമാധാനമാണ് എല്ലാത്തിലും വലുത്. എനിക്ക് അതുകൊണ്ട് സുഖമായി ഉറങ്ങാൻ കഴിയുന്നു. കാരണം ഞാൻ യാതൊരു തരത്തിലും തെറ്റുകൾ ചെയ്തിട്ടില്ല. ഈ കൈകൾ ശുദ്ധമാണ്. ഇത് മുഖ്യമന്ത്രി നിയമസഭയിൽ നിയമസഭാ സാമാജികരെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുമ്പോൾ പ്രതിപക്ഷ കക്ഷികളടക്കം ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പച്ചക്കള്ളങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പിൽക്കാല സംഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ CMRൽ നിന്നും 1,72,00,000 രൂപ വാങ്ങി എന്ന കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിരിക്കുന്നു. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് വീണ വിജയൻ 1,72,00,000 രൂപ വാങ്ങിയിരിക്കുന്നത് എന്നുള്ള ഉത്തരവുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കെട്ടിച്ചമച്ചതല്ല. എന്നാൽ ഈ കേസിൽ കക്ഷികളായ CMRലേക്കും CMRൽ ഓഹരിയുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDCയിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെത്തുന്നു, റെയ്ഡിനെത്തുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വിവരങ്ങൾ അത്രയും കളവാണ്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പച്ചക്കള്ളങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് കേരളം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണയ്ക്ക് ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ വീണ കർണാടക ഹൈക്കോടതിയിലേക്ക് സ്റ്റേ ഹർജിയുമായി പോകുകയായിരുന്നു. ഏത് വിധേനയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എക്സാലോജിക്കിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി, അല്ല എന്നുണ്ടെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം, മാറ്റിവെക്കപ്പെടണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇന്നലെ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ കൊടുത്തതും ഇന്നലെ കർണാടക ഹൈക്കോടതി ആ ഹർജി വാദത്തിനെടുക്കുകയും ഉണ്ടായി. വാദം പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. എക്സാലോജിക്ക് വഴിവിട്ട പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ, സാമ്പത്തികമായ തിരിമറികൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ അവർ സ്റ്റേ ചെയ്യാൻ പോയത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDC ഈ റെയ്ഡ് ഏത് വിധേനയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ റെയ്ഡ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും സർക്കാർ ഒരു ഹർജി നൽകുകയുണ്ടായി, സ്റ്റേ ഹർജി കൊടുക്കുകയുണ്ടായി. എന്നാൽ അത് 26-ാം തീയതിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കിയാണ് ഈ കേസ് വാദിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിലെ CS വൈദ്യനാഥൻ എന്ന ഏറ്റവും മുതിർന്ന അഭിഭാഷകനെ കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രി മകൾക്ക് വേണ്ടിയും KSIDCക്ക് വേണ്ടിയും കേസ് നടത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കർണാടകയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ പ്രശസ്തനായ അഭിഭാഷകനായ മനു കുൽക്കർണിയെ തന്നെയാണ് മകൾക്ക് വേണ്ടി അവിടെയും പിണറായി വിജയൻ ഹാജരാക്കിയിരിക്കുന്നത്. ഈ പണം അത്രയും സംസ്ഥാന ഖജനാവിൽ നിന്നാണ് ഒഴുക്കുന്നത് എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത. എന്നാൽ വീണ വിജയൻ മാത്രമല്ല, മുഖ്യമന്ത്രിയും
പണം കൈപ്പറ്റിയിട്ടുണ്ട്, ഇതിന് കൃത്യമായ രേഖകൾ തന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മാത്യു കുഴൽനാടൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഒരു കത്ത് നൽകിയിരുന്നു. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുവാൻ തനിക്കൊരു അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീറിന് മാത്യു കുഴൽനാടൻ MLA കത്ത് നൽകിയത്. ഈ കത്തിനൊപ്പം MLA മുഖ്യമന്ത്രി കാശ് വാങ്ങി എന്നുള്ളതിന്, അതായത് കോഴപ്പണം വാങ്ങി എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ കൂടി ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്യു കുഴൽനാടന് ഒരു കാരണവശാലും ഇത്തരം മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു ആരോപണം ഉന്നയിക്കുവാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രം. മാത്യു കുഴൽനാടൻ സഭയിൽ എഴുന്നേറ്റ് നിന്ന് തനിക്ക് അവസരം അനുവദിച്ചു കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല എന്നുള്ള വിവരം പറയുകയുണ്ടായി. എന്നാൽ മതിയായ രേഖകൾ ഇല്ലാത്തത് കൊണ്ടാണ് മാത്യു കുഴൽനാടന്റെ ഇത്തരത്തിലുള്ളൊരു ആരോപണം അനുവദിക്കാതിരുന്നത് എന്ന് തന്നെയാണ് സ്പീക്കർ തിരിച്ചടിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരെ 150 കോടി രൂപയുടെ ഒരു ആരോപണം നിലമ്പൂർ MLA ആയ PV അൻവർ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ അതിന് എന്തടിസ്ഥാനമായിരുന്നു താങ്കളുടെ മേശപ്പുറത്ത് PV അൻവർ വച്ചത് എന്ന് മാത്യു കുഴൽനാടൻ തിരിച്ചു ചോദിക്കുകയുണ്ടായി. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കർണാടകയിൽ നിന്നും 150 കോടി രൂപ അടങ്ങിയ ഒരു കണ്ടെയ്നർ, ഫ്രീസർ കണ്ടെയ്നർ ചാവക്കാടിലെത്തുകയും ഈ ഫ്രീസർ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന 150 കോടി രൂപ പറവൂരിലുള്ള VD സതീശന്റെ വീട്ടിലെത്തിച്ചെന്നും ആ പണം വീട്ടിൽ വയ്ക്കാൻ സാധിക്കാത്തതിനാൽ VD സതീശൻ അത് വീണ്ടും ബാംഗ്ലൂരുവിലേക്ക് തന്നെ തിരിച്ചയച്ചു എന്നും തന്നെയായിരുന്നു VD സതീശന് എതിരെ ആരോപണമായി ഉന്നയിച്ച നിലമ്പൂർ MLA PV അൻവർ പറഞ്ഞത്. എന്നാൽ നിലമ്പൂർ MLAയുടെ ഈ ആരോപണത്തിന് എന്ത് അടിസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മുമ്പിൽ നിലമ്പൂർ MLA PV അൻവർ സമർപ്പിച്ചത് എന്നാണ് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കണമല്ലോ. പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ PV അൻവർ യാതൊരു രേഖയും അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കിയില്ലല്ലോ. ഉണ്ടെങ്കിൽ അങ്ങ് അത് സഭയിൽ ഹാജരാക്കണം, സഭയോട് വ്യക്തമാക്കണം എന്ന് തന്നെയായിരുന്നു മാത്യു കുഴൽനാടൻ ആഞ്ഞടിച്ചത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ ഞാൻ ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന് എന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്, അത് ഞാൻ സഭയുടെ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട് എന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. എന്നാൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഈ രേഖകൾ വെറും ഒരു കടലാസ തുണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല എന്ന് തന്നെയുള്ള വാശിയിലായിരുന്നു സ്പീക്കർ ഷംസീർ. മാത്യു കുഴൽനാടൻ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി സ്പീക്കർ ഷംസീർ കുഴൽനാടന്റെ മൈക്ക് ഓഫ് ചെയ്യിപ്പിച്ചു. അതായത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ എന്തെങ്കിലും ഒന്ന് മാത്യു കുഴൽനാടൻ സഭയിൽ ഉന്നയിക്കുകയാണെങ്കിൽ അതിന് അവസരം കൊടുത്ത സ്പീക്കർക്ക് പിന്നെ നിയമസഭയിൽ എന്നല്ല CPM എന്ന പാർട്ടിയിൽ പോലും ഇടമുണ്ടാകില്ല എന്ന് ഷംസീറിന് കൃത്യമായി അറിയാം. പിണറായി വിജയന്റെ ഉന്മൂലന രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന കണ്ണൂറുകാരനായ തലശ്ശേരിക്കാരനായ ഷംസീറിന് മാത്യു കുഴൽനാടന്റെ ആരോപണം സഭയിൽ ഉന്നയിക്കുവാൻ അനുമതി കൊടുക്കുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷംസീർ മാത്യു കുഴൽനാടന് അനുമതി നൽകാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മാത്യു കുഴൽനാടന് ആരോപണം ഉന്നയിക്കാൻ സ്പീക്കർ അനുമതി കൊടുക്കാതിരുന്നത് നിയമസഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള UDFിലെ മുതിർന്ന നേതാക്കൾ സഭയിൽ ഉയർത്തിയ ആരോപണങ്ങൾ. അതെന്ത് തന്നെയായാലും മടിയിൽ കനമില്ല എന്ന് പറയും, കൈകൾ ശുദ്ധമാണെന്ന് പറയും. പക്ഷേ കേസിൽ അന്വേഷണം വരുമ്പോൾ സ്റ്റേ ഹർജി വാങ്ങിക്കുവാൻ വേണ്ടി അച്ഛനും മകളും വേറെ വേറെ കോടതിയിലേക്ക് ഓടും. ഇത് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. മകൾ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജിയുമായി പോകുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയൻ കേരള ഹൈക്കോടതിയിലേക്ക് KSIDC കൊണ്ട് ഹർജി കൊടുപ്പിക്കാൻ വേണ്ടി ഓടുന്നു. ഇതും ഖജനാവിലെ പണം കട്ടുമുടിച്ചുകൊണ്ട് തന്നെയാണ് എന്നുകൂടി മാത്യു കുഴൽനാടൻ പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ തന്റെ ഈ ആരോപണങ്ങളിൽ നിന്ന് താൻ പിൻവലിയുന്നില്ല എന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും ഉചിതമായ സമയത്ത് താൻ ഇത്തരം തെളിവുകളുമായി തന്നെ, അതായത് മുഖ്യമന്ത്രി കോഴപ്പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുമായി തന്നെ താൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരും, താൻ പറഞ്ഞ നിയമസഭയിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മാത്യു കുഴൽനാടന്റെ അത്തരം ഒരു വിശദീകരണത്തിനും അത്തരം ഒരു വെളിപ്പെടുത്തലിനും വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയാനാവുന്ന വസ്തുത. എന്തായാലും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും നടത്തുന്ന അഴിമതി ആരോപണങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പോലും ഇത്രത്തോളം ആർജവം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും നടത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക ക്രമക്കേടുകൾ കേരളത്തെ കട്ടുമുടിക്കുവാൻ വേണ്ടി കുത്തക മുതലാളിമാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും വ്യവസായികളിൽ നിന്നും പണം വാങ്ങി സ്വന്തം പെട്ടിയിലിട്ടിട്ട് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഈ മുഖ്യമന്ത്രിയെയും മകളെയും ഈ നിയമത്തിന്റെ ജയിലഴിക്കുള്ളിലാക്കിയിട്ട് തനിക്കിനി വിശ്രമമുള്ളൂ എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവുകളുമായി പൊതുസമൂഹത്തിന് മുമ്പിൽ
മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് കാത്തിരിക്കുകയാണ് കേരളീയ ജനത.